ആ ഒരു പാസ്വേഡ് ഹാക്കായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അക്കൗണ്ടും ഏകദേശം തീരുമാനം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഹാക്കിങ്ങിനെ പറ്റിയാണ്. ഹാക്കിംഗ് എന്ന വേർഡ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ പലരും പറയാറുണ്ട് ഞാനിതിനെ ഫോൺ ഹാക്ക് ചെയ്യണം. ഞാനിന്നിവിടെ 3 ടൈപ്പ് ഓഫ് ഹാക്കിംഗ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് ബ്രീച്ചസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ, ഇപ്പോൾ ഞാനൊരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു, എൻ്റെ ഇമെയിൽ ID പാസ്വേഡൊക്കെ ആ വെബ്സൈറ്റിൽ ഞാൻ കൊടുത്തു. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഡാറ്റാബേസിൽ, വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ, ആ വെബ്സൈറ്റിൻ്റെ ഡാറ്റാബേസിനകത്ത് നമ്മുടെ ഇമെയിൽ ID പാസ്വേഡും ഒക്കെ സ്റ്റോർ ആവുന്നുണ്ട്. അപ്പോൾ വേറൊരു ഹാക്കർ ഈ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് ആ ഡാറ്റാബേസ് അവരെടുത്തു കഴിയുമ്പം അവർ ഒന്നെങ്കിൽ അത് ബ്ലാക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യുമോ, അല്ലെങ്കിൽ അത് ഹാക്കറിൻ്റെ ഒരു ഇഷ്ടമനുസരിച്ച്. ഇൻസ്റ്റഗ്രാമൊക്കെയാണ് വേറെ ആൾ വന്ന് ബ്രീച്ച് ചെയ്യുന്നതെങ്കിൽ, വേറൊരു ഹാക്കർ ബ്രീച്ച് ചെയ്യുന്നതെങ്കിൽ കോടിക്കണക്കിന് ഇമെയിൽ IDസും പാസ്വേഡും അവർക്ക് കിട്ടും. അപ്പോൾ ഇത് അവർ ബ്ലാക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യുമ്പോൾ നല്ലൊരു തുക തന്നെ അവർക്ക് കിട്ടുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്രീച്ചിങ്ങിനെ പേടിക്കേണ്ടത്? ബ്രീച്ചിങ് നമ്മൾ ഇപ്പോൾ വലിയ വലിയ കമ്പനീസ് സെക്യൂരിറ്റിക്ക് വേണ്ടി നല്ലൊരു എമൗണ്ട് തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചെറിയ അത്ര പോപ്പുലർ അല്ലാത്ത വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ ഇമെയിൽ IDയും പാസ്വേഡും കൊടുക്കുമ്പോൾ അത് ബ്രീച്ച് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പാസ്വേഡ് ഹാക്കറിന് കൊടുക്കുന്നു എന്നതാണ്. നമുക്കൊരു മെയിൽ വരാണ്, എനിക്കൊരു ലോട്ടറി അടിച്ചു, 1 മില്യൺ ലോട്ടറിയാണ്, ഇത് നിങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുകയോ, അല്ലെങ്കിൽ ഈ ലിങ്കിലുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിരിക്കും മെയിൻലി ഫിഷിങ്ങിൽ പറയാം. ഈ ലോകത്തെ 80% ഹാക്കിംഗ് സംഭവിക്കുന്നത്, ബ്ലാക്ക് ഹാക്കിംഗ് സംഭവിക്കുന്നത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് വഴിയാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അതിനകത്തോട്ട് കയറാൻ നേരം നമ്മൾ അതിനകത്തോട്ട് പാസ്വേഡും ഇതും കൊടുക്കുമല്ലോ, മെയിൽ IDയും കൊടുക്കുമല്ലോ. അപ്പോൾ ആ മെയിൽ IDയും പാസ്വേഡും കൊടുക്കാൻ നേരം ഇത് ഉണ്ടാക്കിയ ആ ഹാക്കർക്ക് ഈ ഒരു മെയിൽ IDയും പാസ്വേഡും പോകും. അപ്പോൾ ഈ ഒരു പാസ്വേഡും മെയിൽ IDയും വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ആക്സസ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതേ പാസ്വേഡ് തന്നെയാണ് ബാക്കിയുള്ള അക്കൗണ്ടുകളിലും, ഫേസ്ബുക്കിലുള്ള പാസ്വേഡ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലെങ്കിൽ ഇവർക്ക് ആക്സസ് ചെയ്യാൻ ഇത്തിരി കൂടെ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ലിങ്കിനൊപ്പം ഒരു APK ഫയൽ ഉണ്ടാവും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നേരം ഈ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പിലോട്ടാണ് നേരെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. വൈറസിനെ ഇൻജെക്ട് ചെയ്തിടും. ആ ഒരു വൈറസ് ആണ് റാറ്റ് എന്ന് പറയുമ്പോൾ റാറ്റ് എന്ന് പറയുമ്പോൾ റിമോട്ട് ആക്സസ് ട്രോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈറസ് ഇൻജെക്ട് ചെയ്ത് ഈ APKയുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്തോട്ട് ഓട്ടോമാറ്റിക്കലി ഈ റാറ്റ് കയറും. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കൺട്രോള് നമുക്ക് കിട്ടും. അപ്പോൾ ഈ റാറ്റിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സ്ക്രീൻഷോട്ട് മുതൽ നമ്മുടെ കോൾ റെക്കോർഡിംഗ് വരെ ഈ റാറ്റ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. മാക്സിമം പ്ലേ സ്റ്റോറുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ആപ്പുകളായാലും എന്ത് ടൂൾസ് ആയാലും എന്തായാലും നമ്മൾ മാക്സിമം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. മൂന്നാമത്തെ വഴിയിലോട്ട് നമുക്ക് പോകാം. മൂന്നാമത്തെ വഴിയാണ് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക് വൈഫൈ കണക്ട് ചെയ്യണം. പബ്ലിക് വൈഫൈ എന്ന് പറയുമ്പോൾ ഒരു റെയിൽവേ കണക്ട് ചെയ്യണം, റെയിൽവേ സ്റ്റേഷനിലെ ഒരു വൈഫൈ കണക്ട് ചെയ്യണം. ആ ഒരു വൈഫൈ വേറൊരു ഹാക്കർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് നമ്മുടെ ആക്സസ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിൽ എന്ത് എൻ്റർ ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഞാൻ മൊബൈലിലോട്ട് എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ് മൊത്തം നെറ്റ്വർക്ക് വഴിയാണ് ഗ്ലോബലായി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിയുമ്പോൾ ഇതിനിടയിലൊരു മാൻ ഇൻ ദ മിഡിൽ, അതായത് വേറൊരു ഹാക്കർ ഈ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ അത് മൊത്തം അവർക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു പബ്ലിക് വൈഫൈ വെച്ചിട്ട് ബാങ്കിങ് അല്ലെങ്കിൽ വിലവെടുപ്പ് ഉള്ള എന്തെങ്കിലും ഡാറ്റാസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാനോ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യാനോ ശ്രമിക്കരുത്. മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഒരു ഹാക്കറിന് അത് സിമ്പിളായിട്ട് അത് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ദിവസം ഞാൻ 10 മണിയൊക്കെ ആയ സമയത്ത് എനിക്കൊരു കോൾ വരാണ്. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു വിളിച്ചത്, എൻ്റെ ക്ലാസ്സിലുള്ള ഒരുത്തനായിരുന്നു വിളിച്ചത്. നിൻ്റെ ചാനലൊന്ന് പെട്ടെന്ന് എടുത്തു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഞാൻ നേരെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് നോക്കിയ സമയത്ത് ഹാക്കായി കിടക്കുകയാണ്. ഹാക്കായി കിടക്കുകയെന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി കുറേ വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 100-150 കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് ഓൾറെഡി യൂട്യൂബിലുള്ളതായതുകൊണ്ട് യൂട്യൂബ് തന്നെ എനിക്ക് കോപ്പിറൈറ്റ് തന്ന് ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ പിറകെ ഒരുപാട് പോകാൻ നടന്നില്ല. കാരണം അതിന് കുറേ പ്രൊസീജിയേഴ്സും ഉണ്ട്.
ഒരിക്കലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ചാനൽ മാത്രമല്ല, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ടുകൾ മാത്രമല്ല ഹാക്ക് ചെയ്യുന്നത്. അവർ സാധാരണക്കാരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യും. ഞാൻ ഒരുപാട് വെബ്സൈറ്റുകളിൽ എൻ്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊരു വെബ്സൈറ്റ് പറഞ്ഞ പോലെ തന്നെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡാറ്റാബേസിലുള്ള ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും മാത്രമായിരുന്നു എൻ്റെ. അപ്പോൾ അത് അവർ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും സെല് ചെയ്തിട്ടുണ്ടാവും. ആ ഒരാളായിരിക്കാം എൻ്റെ അക്കൗണ്ട് ആക്സസ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞത്. ഒരു കമ്പനി നമ്മളെ നേരെയാകാൻ നടക്കത്തില്ല. അപ്പോൾ ഒരു കമ്പനി നമുക്ക് വേണ്ടി പണിയെടുക്കത്തുമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹാക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.